മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 66-ാം സങ്കീർത്തനം 5-ാം തിരുവാക്യം. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വന്ന് കാണുവിൻ. സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തികൾ വന്നു കാണുവിൻ. ഓരോ ശുശ്രൂഷയും കർത്താവിൻ്റെ പ്രവർത്തികൾ കണ്ടനുഭവിക്കുവാനുള്ള അവസരമാണ്. ഇനിയും ധാരാളം ദൈവപ്രവർത്തികളാൽ നമ്മുടെ ജീവിതം സമ്പന്നമാകുവാൻ ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതങ്ങളെ ആശീർവദിക്കുന്ന സമയം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും, നിങ്ങളായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ മുഖപ്രകാശം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിന്റെ സാന്നിധ്യമേ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ട് അനുഭവിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവപ്രവൃത്തി നദി പോലെ ഒഴുകപ്പെടുവാൻ, നമ്മുടെ കൂട്ടായ്മകളിലേക്ക്, നമ്മളായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും കർത്താവിന്റെ അത്ഭുത ഘോഷം നിറയപ്പെടുവാൻ കരമടിച്ച് ഒരുമിച്ച് പാടി സ്തുതിക്കുന്നു. You worship Lord. Hallelujah. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാൻ കൃപമീച്ചൊരിയണമേ. ചേർന്ന് പാടാം. വരിക വരിക പരിശുദ്ധാത്മാവേ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ നിറയണമേ. കൃപയുടെ ആത്മാവായി, മഹത്വത്തിന്റെ ആത്മാവായി, അത്ഭുതത്തിന്റെ ആത്മാവായി നിറയുക, നിറയുക. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നു? എങ്കിൽ ആത്മനിറവോടെ പാടി പ്രാർത്ഥിച്ച് അനേകരെ കർത്താവ് നിറയ്ക്കുന്ന സമയം. തന്റെ ആത്മാവിനാൽ ആയിരങ്ങളെ കർത്താവ് പൂരിതമാക്കുകയാണ്. ലോർഡ് ബ്ലെസ്, ബ്ലെസ് ലോർഡ്. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണം. ആത്മാവിൽ ആനന്ദിച്ചു പാടിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ നദിയായി നിറഞ്ഞൊഴുകണമേ. കൃപാവരങ്ങളാൽ ഞങ്ങളെ പൂരിതമാക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് Come, come Holy Spirit, come, come Holy Spirit, come, come Holy Spirit, come. ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് പരിശുദ്ധാത്മ വിളിച്ചു പ്രാർത്ഥിക്കേ. Come, come Holy Spirit, come, come Holy Spirit, come. സ്വരമുയർത്തി
come Holy Spirit come, come Holy Spirit come, come Holy Spirit come. എല്ലാവരും Come Holy Spirit come, come Holy Spirit. come Holy Spirit come. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ, ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ നിറയ്ക്കുന്ന, നമ്മെ അഭിഷേകത്താൽ ജ്വലിപ്പിക്കുന്ന കർത്താവായ യേശുവിൻ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഈ സ്തുതി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ അഭിഷേകത്താൽ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഗ്നിയാല് കരിഞ്ഞു പോകട്ടെ. രോഗബന്ധനങ്ങള് യേശു നാമത്തിന്റെ ശക്തിയാല് അഴിഞ്ഞു മാറട്ടെ. സകല ശാപക്കെട്ടുകളും യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാല് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തിന്റെ അത്ഭുത ശക്തി പരിശുദ്ധാത്മാവേ വ്യക്തിജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ, ദേശാന്തരങ്ങളിൽ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ദൈവ പ്രവൃത്തിയാൽ ഈ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ശബ്ദം ഞങ്ങൾ ആത്മനിറവുള്ളവരാക്കട്ടെ. താങ്ക് യു, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, തിരുസഭയുടെ അമ്മേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തപസ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ആത്മ ഒരുക്കത്തിൻ്റെയും കാലയളവാണ്. തുറന്നു വരുന്ന 4-5 ആഴ്ചകളിൽ അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ ഈ തപസ് കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. ഇത് അനേകം ആയിരങ്ങൾ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കൗദാശിക ജീവിതം നയിക്കുന്നു, ഞാൻ വേദപുസ്തകം വായിക്കുന്നുണ്ട്, പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ധ്യാനങ്ങളിലും ബൈബിൾ കൺവെൻഷനുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതം വേണ്ട വിധം അനുഗ്രഹിക്കപ്പെടുന്നില്ല? ഈ തപസ് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങളിലേക്ക് വെളിച്ചം വീശാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മളെല്ലാവരും ഒരുങ്ങണം. ഇതിൻ്റെ ആദ്യ സന്ദേശമാണ് ദൈവത്തിൻ്റെ അരൂപി ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകുന്നത്. അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ, അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവാക്യം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുക. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പലപ്പോഴും ഈ വചനം പങ്കുവെക്കുമ്പോൾ അനേകർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ ദൈവത്തിൻ്റെ ജനം. എന്നാൽ ഇന്ന് അനേകരുടെ അവസ്ഥ ഇതിന് നേരെ വിപരീതമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, ചില മാനസിക പീഡകൾ, കുടുംബത്തിലുണ്ടാകുന്ന ചില ദുരന്തങ്ങൾ, പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ മരണങ്ങൾ, ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലുമുള്ള പരാജയങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങളുടെ തകർച്ചകൾ എന്നുവേണ്ട 100 പ്രതിസന്ധികളുമായി നട്ടം തിരിയുന്ന അനേകമായിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇതുപോലെയായത്? പ്രിയ സഹോദര സഹോദരി, ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മളെപ്പോഴും കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ദുരിതത്തിലും ആയിരിക്കാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദൈവജനത്തിൻ്റെ അവകാശമാണ് അനുഗ്രഹം സ്വന്തമാക്കുക എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി മാറിയത് സ്വർഗത്തിന്റെ സകല നന്മകളാലും നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയാണ്. നമ്മെ പ്രതി ക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്ന് നമ്മുടെ ശാപങ്ങളെല്ലാം ഏറ്റെടുത്ത് അവൻ എന്നേക്കുമായി നമ്മെ അനുഗ്രഹിച്ചു. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. ഗലാത്യക്കാർക്ക് ഇത് ലേഖനം 3-ാം അധ്യായം 13-14 തിരുവചനങ്ങളിലൂടെ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്ന് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് സംഭവിച്ചത് അബ്രഹാമിന് ലഭിച്ച സകല അനുഗ്രഹങ്ങളും വിജാതീയരിലേക്കും സകല മനുഷ്യരിലേക്കും വ്യാപിക്കേണ്ടതിനാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ ബലിയിൽ നമുക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളുമുണ്ട്. അനുഗ്രഹം നമ്മുടെ അവകാശമാണെന്നുള്ള സത്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകണം. 115-ാം സങ്കീർത്തനം 12-ാമത്തെ തിരുവാക്യം എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണിത്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. മറ്റാർക്കും നമ്മെക്കുറിച്ചൊരു വിചാരമില്ലെങ്കിലും നമ്മൾ ആകുലരാകേണ്ട. നമ്മെക്കുറിച്ച് വിചാരമുള്ള, നമ്മെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശു. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും, നമ്മുടെ സകല ആവശ്യങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കും. കാരണം അവൻ നമ്മെക്കുറിച്ച് വിചാരമുള്ള ദൈവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സത്യങ്ങൾ എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതം അനുഗ്രഹത്താൽ പ്രകാശിതമാകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും ദൈവാനുഗ്രഹത്തിൻ്റെ ആ നിറഞ്ഞൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പല തടസ്സങ്ങളും നമ്മുടെ ജീവിതങ്ങളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഈ തടസ്സങ്ങളിലേക്കാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വെളിച്ചം വീശുന്നത്. അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് ബന്ധങ്ങളുടെ തകർച്ച. ബന്ധങ്ങളുടെ തകർച്ച. തകർന്ന ബന്ധങ്ങളിൽ കർത്താവിൻ്റെ നന്മ കടന്നു വരും. കാരണം നമ്മുടെ ദൈവം ബന്ധങ്ങളുടെ ദൈവമാണ്. പ്രിയ സഹോദര സഹോദരി, ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, നിന്റെ കുടുംബം കർത്താവിനാൽ അനുഗ്രഹീതമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുഞ്ഞുങ്ങൾ പഠനത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നിറയുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ ഒരു അപ്പൻ ഒരു അമ്മ എന്ന നിലയിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ തൊഴിൽ മേഖലകളിൽ ദൈവാനുഗ്രഹത്തിന് സമൃദ്ധി കടന്നു വരുവാൻ, നീ ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യമായി മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നാമതായി നമ്മളെ പഠിപ്പിക്കുകയാണ്. തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിതമാകണം. ഇന്ന് അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ബന്ധങ്ങളിലെ തകർച്ചയാണ്. മിക്കാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 6-ാം തിരുവചനം. 2700 വർഷങ്ങൾക്ക് മുൻപ് ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങളുടെ യഥാർത്ഥ അവസ്ഥ പ്രവചനാത്മാവിൽ പ്രവാചകനായി മിക്ക കാണുകയാണ്. മിക്ക വിളിച്ചു പറഞ്ഞു, പിതാവ് മകനോടും മകൻ അപ്പനോടും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും, അമ്മായിമ മരുമകൾക്കും മരുമകൾ അമ്മായിമയ്ക്കും എതിരെ നിലകൊള്ളുന്നു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഒരുവനെ ശത്രുക്കളായി തീരുന്നു. പരസ്പരം സ്നേഹിക്കേണ്ട, പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ട, പരസ്പരം കൈത്താങ്ങി സഹായിക്കേണ്ട ഒരേ കുടുംബത്തിലെ അംഗങ്ങള് ശത്രുതയോടെ കഴിയുക. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് എങ്ങനെയാണ് കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരിക? അങ്ങനെയുള്ള ജീവിതങ്ങളിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം പ്രകാശിതമാവുക? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിൽ നിറയപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ കർത്താവിൻ്റെ തിരുമുൻപിൽ നേരുള്ളതായിട്ട് മാറണം. തകർന്നുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കില്ലെങ്കിൽ കർത്താവിൻ്റെ നന്മകളിൽ പങ്കുപറ്റാൻ നമുക്കാർക്കും സാധിക്കില്ല. ബന്ധങ്ങൾ ഇന്ന് താറുമാറായിക്കൊണ്ടിരിക്കുക. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇന്ന് അനേകം കുടുംബങ്ങളിൽ ഇത് തകർന്നു കിടക്കുകയാണ്. പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല. നേരെ ചൊവ്വയൊന്ന് സംസാരിച്ചിട്ട് തന്നെ മാസങ്ങളായി. അപ്പ എന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ട് എത്ര നാളുകളായി. എൻ്റെ പൊന്നുമോനെ എന്ന് മകനെ നോക്കി വിളിച്ചിട്ട് എത്ര നാളായി. ഇന്ന് അനേകം കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇന്ന് താറുമാറായി കിടക്കുകയാണ്. ഭാര്യ ഭർത്തൃ ബന്ധം ഇന്ന് പപ്പടം പൊടിയുന്നത് പോലെ ഇന്ന് കുടുംബങ്ങളെ പിശാച് തകർത്തുകൊണ്ടിരിക്കുക. ഒരു സോറി പറഞ്ഞ് തീരുന്ന വിഷയമാണെന്ന് സുപ്രീം കോർട്ട് വരെ പോകുന്നത്. സ്വയം ചെറുതാകാൻ പറ്റുന്നില്ല. നിന്റെ വീട് എൻ്റെ വീട്, നിന്റെ ആൾക്കാർ എൻ്റെ ആൾക്കാര്, നിന്റെ മക്കൾ എൻ്റെ മക്കള്, നിന്റെ ശമ്പളം എൻ്റെ ശമ്പളം, നിന്റെ ജോലി എൻ്റെ ജോലി, നിന്റെ എൻ്റെ ആര് തമ്മിലാട്ടി? ഭാര്യയും ഭർത്താവും തമ്മില്. പരസ്പരം സ്നേഹിക്കേണ്ടവരെ, പരസ്പരം കരുതേണ്ടവരെ, പരസ്പരം ഒരുമിച്ച് പ്രാർത്ഥിച്ച് കുടുംബത്തെ പണിയേണ്ടവരെ തമ്മിലടിച്ച് ഇന്ന് തകരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് എന്തുമാത്രം കുടുംബങ്ങളാ സ്വത്ത് വിഭജനത്തിൻ്റെ പേരില്, വസ്തു തർക്കത്തിൻ്റെ പേരില് ഈ ബന്ധങ്ങൾ തകർന്നു പോയിരിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. നിന്റെ ജീവിതം നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരണമെങ്കിൽ, തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരണമെങ്കിൽ, ദുരിതത്തിൽ നിന്ന് അത് നന്മകളിലേക്ക് വളരണമെങ്കിൽ നിന്റെ ബന്ധങ്ങളെ നീ ശ്രദ്ധിക്കണം. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 7-ാം തിരുവാക്യം. സഹോദരന്മാരായ നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. നമ്മൾ തമ്മിൽ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം തമ്മിലടിക്കുന്നത് നമ്മുടെ പരാജയമാണെന്ന് അപ്പോസ്തലൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന നിങ്ങൾക്ക് സഹിച്ചുകൂടാ? ഇന്ന് അനേകം വ്യക്തികൾ കേസുകളുടെ പുറകെ പോയി കോടതി കയറി ഇറങ്ങി നേരം കളഞ്ഞ് അവരുടെ ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി എന്തുമാത്രം വ്യക്തികളാണ് ഇന്ന് ജീവിക്കുന്നത്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇത്തരത്തിൽ അവർ പെരുമാറുന്നത്. എന്തുമാത്രം ദ്രോഹങ്ങൾ മറ്റുള്ളവർ നമ്മോട് ചെയ്താലും, നമ്മുടെ പ്രിയപ്പെട്ടവരാകട്ടെ, നമ്മളേറെ സ്നേഹിച്ചവരാകട്ടെ, നമ്മുടെ ഭാര്യയോ ഭർത്താവോ ആകട്ടെ, അപ്പനോ അമ്മയാകട്ടെ, മകനോ മകളാവട്ടെ, സഹോദരനോ സഹോദരിയാവട്ടെ, കർത്താവിനെ പ്രതി നിരുപാധികം അവരോട് ക്ഷമിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാവണം. പ്രവാചകനായ സാമുവേലിന്റെ 1-ാം പുസ്തകം
15-ാം അധ്യായം 23-ാം തിരുവാക്യം പറയുകയാണ്, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. എൻ്റെ ഭാര്യയോടോ, എൻ്റെ ഭർത്താവിനോടോ, എൻ്റെ പ്രിയപ്പെട്ടവരോടോ, എന്നെ ചതിച്ചവരോടോ, ആരോടുമാകട്ടെ, ഹൃദയത്തിൽ അല്പം മാത്സര്യമുണ്ടെങ്കിൽ ഞാൻ 1-ാം പ്രമാണത്തെ ലംഘിക്കുകയാണ്. മന്ത്രവാദത്തിന് തുല്യമായ പാപത്തിൻ്റെ ബന്ധനത്തിലാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് എങ്ങനെയാ കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരിക? അങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് എങ്ങനെയാ കർത്താവിൻ്റെ കൃപ ഒഴുകപ്പെടുക? അങ്ങനെയുള്ള കുടുംബങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അധിവസിക്കുക? പ്രിയ സഹോദര സഹോദരി, നിരുപാധികം ക്ഷമിക്കുക. കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിലിരുന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. കർത്താവേ, ഇന്ന് എൻ്റെ ബന്ധങ്ങളിൽ എവിടെയൊക്കെ വിള്ളലുകൾ വന്നിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ കുടുംബക്കാരോട്, എൻ്റെ സ്നേഹിതരോട്, എന്നെ വേദനിപ്പിച്ചവരോട് എവിടെയൊക്കെയാണ് എനിക്ക് വിള്ളലുകൾ വന്നിട്ടുള്ളത്? അതെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൽ പേച്ച് ചെയ്യണം. ആ വിള്ളലുകളെല്ലാം നമ്മൾ അടച്ച് വചനത്താൽ നമ്മളത് പേച്ച് ചെയ്ത് കഴിയുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നമ്മിലേക്ക് ഒഴുകപ്പെടും. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും, പൂർവ്വ ജോസഫിന്റെ വിജയ രഹസ്യം എന്തായിരുന്നു? അവൻ ഒരു മനാസെ അനുഭവം പ്രാപിച്ചു. അവൻ ആരോടും പരാതിയിലായിരുന്നു. എന്തുമാത്രം വേദനയിലൂടെ, കണ്ണുനീരിലൂടെ അവൻ കടന്നുപോയി. അവൻ്റെ സ്വന്തക്കാർ തന്നെയാണ് അവൻ ഇതുപോലെ ദ്രോഹിച്ചത്. തന്നെ ദ്രോഹിച്ച സഹോദരന്മാരോടോ, തൻ്റെ പ്രിയപ്പെട്ട അപ്പനോടോ, ആരോടും അവന് പരിഭവമില്ലായിരുന്നു. മരുഭൂമിയിലെ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും അവൻ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. അവൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തി. ചെയ്യാത്ത കുറ്റത്തിന് ആ പോത്തിഫറിന്റെ ഭാര്യ തനിക്കെതിരെ അപഖ്യാതികൾ പറഞ്ഞു പരത്തിയപ്പോഴും, താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നപ്പോഴും കർത്താവിനോട് വിശ്വസ്തനായി അവൻ അവിടെയും അവിടുത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഒരു മനാസെ എക്സ്പീരിയൻസ്, തകർന്നുപോയ ബന്ധങ്ങൾ നമ്മൾ പുനഃസ്ഥാപിക്കണം. കർത്താവ് എന്താ ചെയ്തത്? പൂർവ്വ ജോസഫിനെ ഉയർത്തുകയാണ്. അവൻ ഏത് രാജ്യത്തിന് അടിമയായിരുന്നു, ആ രാജ്യത്തിന് പ്രധാനമന്ത്രിയായി കർത്താവ് അവനെ അനുഗ്രഹിച്ച് ഉയർത്തി. ഇതിലൂടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താ നമ്മോട് സംസാരിക്കുന്നത്? ഒരു മനാസെ അനുഭവം സ്വന്തമാക്കണം. നിരുപാധികം ക്ഷമിക്കുക. ആരോടും വേദനകൾ വേണ്ട. ദ്രോഹങ്ങളെ ക്ഷമിക്കുക, വഞ്ചനകളെ സഹിക്കുക. അവിടെയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ പകർച്ച നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്നത്. നമുക്കതിനു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഡിവോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്തിനാ എനിക്ക് ഇവള്, ഇങ്ങനെ ഈ മനുഷ്യന് എന്തിനാ എനിക്ക്, ഇങ്ങനെ കൊണ്ട് എന്താ പ്രയോജനം എന്നൊക്കെ ചിന്തിച്ച് കുടുംബ ജീവിതത്തെ നരകതുല്യമാക്കുന്ന ദമ്പതിമാരെ ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ ശബ്ദമാണ്. ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ, കോടതി അനുവദിച്ചാലും കർത്താവ് അനുവദിക്കുന്നില്ല. വിവാഹ മോചനത്തെ ഞാൻ വെറുക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ശക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ആ ദുഃഖങ്ങൾ, ആ സഹനങ്ങൾ കൃപകളായി സ്വീകരിക്കുക. ഭാര്യയിൽ നിന്ന് ലഭിച്ച ചില ദ്രോഹങ്ങൾ അത് കൃപയായി സ്വീകരിക്കാൻ എൻ്റെ പ്രിയ സഹോദര നമുക്ക് പറ്റണം. ഭർത്താവിൽ നിന്ന് ലഭിച്ച ചില നൊമ്പരങ്ങൾ, ദുഃഖങ്ങൾ, ചില അവിശ്വസ്തതയുടെ പ്രവൃത്തികൾ അത് സഹിച്ച് അത് കൃപയായി സ്വീകരിക്കാൻ എൻ്റെ സഹോദരിമാരെ നിങ്ങൾക്ക് കഴിയണം. അവിടെ കർത്താവ് ഇറങ്ങി വരും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമുക്കൊരു നിമിഷം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് ഇരുകരങ്ങൾ ഇന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ തകർന്നു പോയ സകല ബന്ധങ്ങളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സമയം, ബന്ധങ്ങളിലെ മുറിവുകൾ യേശു സുഖപ്പെടുത്തുന്ന സമയം, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ബന്ധന കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്ന സമയം, തലമുറകളെ മേൽ വീണിരിക്കുന്ന ചില ശാപബന്ധനങ്ങളെ കർത്താവ് അഴിക്കുന്ന സമയം, കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമം അനുഗ്രഹിക്കുന്ന നാമമാണ്. യേശുവിന്റെ നാമം
വിടുവിക്കുന്ന നാമമാണ്. യേശുവിന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ്. ആ നാമത്തിന് അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് പ്രിയ ദൈവത്തിന്റെ പൈതലെ സ്തുതിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സർവശക്തിയോടെ കുടുംബങ്ങളിൽ പരിവർത്തിക്കണമേ. എല്ലാ പൈശാചികാധിപത്യങ്ങളെ നിർവീര്യമാക്കണമേ. ശാപക്കെട്ടുകളെ പൊട്ടിക്കണമേ. പാപബന്ധനങ്ങളെ തകർക്കണമേ. ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന സകല മുറിവുകളെയും ഉണക്കിക്കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരമുയർത്തി അനുഗ്രഹിക്കണമേ. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തകർന്നുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ഡിവോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതിമാരെ ആശീർവദിക്കണമേ. ഡിവോഴ്സിന്റെ ചിന്തയിൽ അവർക്ക് ഡെലിവറൻസ് കൊടുക്കണമേ. തകർന്നുപോയ കുടുംബങ്ങളെ കർത്താവേ നിന്റെ കൃപയാൽ പുനരുദ്ധരിക്കണമേ. Bless, bless Lord. Thank you Jesus. Thank you Jesus. ഈ വചനത്തിലൂടെ കർത്താവ് ഇന്ന് നൽകിയ ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് തകർന്നുപോയ നമ്മുടെ ബന്ധങ്ങളെ കർത്താവിൻ്റെ കൃപയിൽ പുനഃസ്ഥാപിതമാക്കുവാൻ, ബന്ധങ്ങളിലേറ്റ മുറിവുകളിൽ പൂർണ്ണമായി സൗഖ്യം ഒഴുകപ്പെടുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ യേശുവിനായി സമർപ്പിക്കുക. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ജീവനേകും ദിവ്യകാരുണ്യം യേശുവേ നീയല്ലയോ. ഏകദൈവം ഞങ്ങൾക്കേകും രക്ഷകൻ പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ഞങ്ങൾ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി കടന്നു വന്നിരിക്കുന്ന ഒരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ. അതിലൊന്നാമത്തെ തലം ബന്ധങ്ങളുടെ തകർച്ചയെക്കുറിച്ച്. കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം നുറുക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ, തകർന്നുപോയ ബന്ധങ്ങൾ ദൈവകൃപയാൽ പുനഃസ്ഥാപിതമാകുവാനായിട്ട് യേശുനാമം വിളിച്ച് നമ്മൾ ഒരുമിച്ച് വിശ്വാസത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. തകർന്നുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിതമാക്കണമേ. ബന്ധങ്ങളിൽ ഏറ്റ എല്ലാ മുറിവുകളെയും കർത്താവേ സൗഖ്യമാക്കണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബങ്ങൾ, തലമുറകൾ അനുഗ്രഹീതമാകുവാൻ, അനുഗ്രഹീത തടസ്സമായ സകല ബന്ധനങ്ങളും കർത്താവിന്റെ നാമത്തിന്റെ അഗ്നിയാല് നിർവീര്യമാകുവാൻ നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും. അഭിഷേകം പ്രവർത്തിക്കണമേ. എല്ലാ പൈശാചിക ആധിപത്യ അധികാര ശക്തികളെ നിർവീര്യമാക്കണമേ. ബന്ധങ്ങളുടെ തകർച്ചകളെ കർത്താവ് എടുത്തു മാറ്റണമേ. തകർന്നുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിതമാക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ അഭിഷേകം നദി പോലെ നിറഞ്ഞൊഴുകട്ടെ. യേശുവേ, യേശുവേ, യേശുവേ നന്ദി. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം കർത്താവിന്റെ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് സ്തുതിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങൾ. ഈ വചന പരമ്പരയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കടന്നു. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം